പിന്നെ പൊതുവെ ഭാര്യമാരെ പറ്റി അവരുടെ ലാംഗ്വേജ് മനസ്സിലാക്കുക. എന്താണ് അവരുടെ ലാംഗ്വേജ്? അവർക്ക് കുറെ പറയാനുണ്ടാകും. ആ പറയുന്ന സമയത്ത് അത് കേട്ടാൽ മതി. എന്താണ് കേൾക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാകും. ആക്റ്റീവ് ലിസണിങ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വഭാവമാണത്. ഒരു ഭാര്യ ഒരു പുറത്തൊരു ജോലിക്ക് പോകുന്ന, ഒരു ഓഫീസ് ജോലിക്ക് പോകുന്ന ഭാര്യയാണെന്ന് സങ്കല്പിക്കുക. ഭർത്താവ് മറ്റൊരു ജോലിക്ക് പോകുന്നു. ഞായറാഴ്ചയാണ് ഒഴിവുള്ള ദിവസം ഞായറാഴ്ച നാസ കഴിക്കാൻ ഇരുന്ന് നോക്കുമ്പോൾ രണ്ടാൾ ഒന്നിച്ചാണ് നാസ കഴിക്കുക. ഈ ഭാര്യ പറയാണ്, ആ മാനേജർ തീരെ ശരിയില്ല. കാരണം അദ്ദേഹം എന്നും എന്നെ എന്നും എന്നെ പണിഷ് ചെയ്യാണ്, എന്നും എന്നെ ഇങ്ങനെ ശകാരിക്കുകയാണ്, ഷൗട്ട് ചെയ്യാണ്, അല്ലെങ്കിൽ എന്നും എന്നോട് ഇങ്ങനെ മോശമായി പെരുമാറാണ്. എന്തിനാണ് മോശമായി പെരുമാറുന്നത്? ആകെ അരമണിക്കൂർ വൈകിയതിന് ഇങ്ങനെ പറയണം. അപ്പൊ ഈ ഹസ്ബൻഡ് വിചാരിച്ചു, ഇതിനിപ്പോ അയാളോട് അരമണിക്കൂർ വൈകിയതിന് നിങ്ങളൊന്നും പറയണ്ടെന്ന് പറയൽ പോസിബിൾ അല്ലല്ലോ. അരമണിക്കൂർ വൈകിയാൽ സാരമില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, ഓണറല്ലല്ലോ. പിന്നെയുള്ള പരിഹാരം എന്താ? ഇവളോട് പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്തു തരാം, നീ നേരത്തെ ഇറങ്ങിക്കോ. ഇത് പറഞ്ഞപ്പോൾ ഇവള് പറയാണ്, അല്ലെങ്കിലും കുറേ ദിവസമായിട്ട് ഞാനിങ്ങനെ നോക്കാം, നിങ്ങൾക്ക് എന്നൊരു പറ്റായ്മ ഉണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ അയാളെ പക്ഷത്തങ്ങളല്ലേ. ഇയാൾ കരുതിയത് എന്താണെന്നാ പിന്നെ മസുലഹത്തായിക്കോട്ടെ, അടുത്ത ആഴ്ച മുതൽ ഈ പരാതി കേൾക്കാതെ എൻ്റെ ഭാര്യ ഒന്ന് രക്ഷപ്പെടട്ടെ എന്നാണ്. ഇതിന് കേൾവി എന്ന് പറയൂല. കേൾവി എന്താ? ഭാര്യ ഇത് പറയുമ്പോൾ, ഓ അങ്ങനെയല്ലേ, ഈ ഒരാഴ്ചയും നിന്നെ ചീത്ത വിളിച്ചില്ല, ഓ അങ്ങനെയാണ്, ഇത് പറഞ്ഞ അത്ര മതി. എന്ത്? അതായത് ആ പറയുന്നതിനെ ആക്റ്റീവായി ഒന്ന് കേട്ടാൽ മതി. അങ്ങനെ പറഞ്ഞൂലേ? എല്ലാ ദിവസവും പറയലുണ്ടല്ലേ? അതന്നെ, അത്രേ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ എന്ത് ചോദിക്കാന്നറിയോ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മതി. ഞാൻ എന്താ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചാൽ മതി. അവിടെ എന്ത് ചെയ്യരുത്? അങ്ങോട്ട് പരിഹാരം പറയാൻ പോകരുത്. ഭാര്യ പറയാണ്, രാത്രി കിടക്കാൻ നേരത്ത്, ഇപ്പൊ കുറേ ദിവസമായിട്ട് അയൽവാസിയോള് തീരെ ശരിയില്ല, ഞാനൊരു മീൻ കഴുകിയ വെള്ളം ഒന്ന് അപ്പുറം മറിച്ചതിന് അവള് പറയുന്നത് ഇനി ഇവിടെ മറിക്കരുത്, നാറിയിട്ട് പറഞ്ഞതാ. അപ്പൊ അതിന് പരാതി പറയാണെന്ത്? അവള് പറഞ്ഞു കളഞ്ഞു എന്ന്. നമ്മൾ മീൻ വെള്ളം അങ്ങോട്ട് മറിച്ചതല്ല പ്രശ്നം, പിന്നെ ആ നാറ്റുണ്ട് എന്ന്, മീൻവെള്ളത്തിന് നാറ്റുണ്ട് എന്ന് പറഞ്ഞതാണ് പ്രശ്നം. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യരുത്? മസുലത്താക്കാൻ പോകരുത്. പിന്നെ എന്താ ചെയ്യേണ്ടത്? കേട്ടാൽ മതി. കേട്ടാൽ സ്വസ്ഥായിട്ട് ഉറങ്ങാം, അല്ലെങ്കിൽ ആ ഉറക്കം കൂടെ അങ്ങോട്ട് പോയി കിട്ടും. അപ്പൊ ഏറ്റവും നല്ല പരിഹാരം എന്താണ്? നല്ലൊരു കേൾവിക്കാരനാവുക. ഈ കേൾവിക്കാരനാകുന്നതിന്റെ റൂട്ടാണ് അവര് പറയുന്നതിന് ശ്രദ്ധയോടെ പക്ഷം നിന്ന് കേൾക്കുക, അഥവാ പറയുന്ന ആളുടെ ഇന്റൻഷൻ ബേസ്ഡ് ലിസണിങ്. അയാൾ എന്തിനാ പറയുന്നത് അത് കേൾക്കുക.